ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുനീഷിൻ്റെ അടുത്തേക്ക് സുഗുണം വന്നിട്ട് നാളെ തന്നെ ഈ ലോട്ടറി ടിക്കറ്റുമായിട്ട് കോയമ്പത്തൂരുള്ള ആ പാർട്ടികൾക്ക് കൈമാറണം. അവർ റെഡി ക്യാഷുമായിട്ടാണ് വരുന്നത്. 20 കോടിയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാളെ പോവുകയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് കമലാക്ഷിയും ശ്രീലതയും ഒക്കെ ഒന്നും മിണ്ടാതെ പുഞ്ചിരിച്ചുകൊണ്ട് അവർ സന്തോഷത്തോടു കൂടി നിൽക്കാവും. സുനീഷും ഒപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോഴാവും അകത്ത് നിന്ന് പുറത്തേക്ക് ആതിര അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് ആതിര പറയാണ്, എനിക്ക് ഇതിനോടൊന്നും യോജിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഇത് നിയമവിരുദ്ധമായിട്ടാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഗവൺമെൻറ്റിനെ അറിയിച്ച് ആ ലോട്ടറി ബാങ്കിൽ കൈമാറിയ ശേഷം കിട്ടുന്ന പൈസയുമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ പോരെ. ഇങ്ങനെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ചെയ്ത് ഇനി അത് പിടിച്ചാൽ പിന്നെ ഒന്നും പോലും കിട്ടില്ല കേട്ടോ എന്ന് പറയുമ്പോൾ സുഗുണം പറയാൻ, നീ എന്തറിഞ്ഞിട്ടാ മോളെ ഈ പറയുന്നത്? എത്ര കുറച്ചാണ് അപ്പോൾ ആ സുനീഷിനെ കിട്ടുന്നത്? അതിലും ഭേദം ഇത് 20 കോടി മുഴുവനായിട്ടും കിട്ടില്ലേ. ഇത് ചെയ്യുന്നത് നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ കമലാക്ഷി പറയും, മോളെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ സുഗുണനാണ് പറയുന്നത് എന്ന്. അതെ, ശരി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്ത് കൂടി നിങ്ങളെല്ലാവരും കൂടി ആലോചിക്കണം. അഥവാ ഇത് പുറത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിന് വേണ്ടിയിട്ട് ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ സുഗുണം പറയാൻ, അതിന് ആര് ഇത് പുറത്തറിയിക്കുന്നു? ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല എന്നങ്ങ് പറയട്ടോ. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ. ആതിര പറയുമ്പോൾ കമലാക്ഷി പറയാണ്, ആ ഹരിയും ജനനിയും ഇവിടെ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. അവർക്ക് ആ ജനനിക്ക് ഇതിനൊക്കെ നല്ല ബുദ്ധിയാണ്, കാഞ്ഞ ബുദ്ധിയാണ് എന്ന് പറയുമ്പോൾ സുഗുണം പറയാണ്, അപ്പോൾ എന്നെ നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ലല്ലേ? ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എൻ്റെ സുനീഷ് ഒരു കോടീശ്വരനാവാൻ വേണ്ടി ആഗ്രഹമുള്ളത് കൊണ്ടാണ്, അല്ലാതെ മാണിക്യമംഗലത്തേരെ പോലെ ചതിക്കാനൊന്നും അല്ല എന്ന് പറയുമ്പോൾ ആതിരക്കുട്ടി എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ ഞങ്ങളുടെയൊക്കെ മാലാഖയ്ക്ക് തന്നെയാണ്. പക്ഷേ ആ മാണിക്യമംഗലത്തുള്ളവർ എന്തെല്ലാം തരത്തിലുള്ള ദ്രോഹങ്ങളാണെന്നോ എൻ്റെ സുനീഷിനോട് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ അവിടേക്ക് ആതിരയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടേക്ക് ഭിക്ഷയാചിച്ച് ചെന്നത് സുനീഷ്. എന്നിട്ട് അവിടെയിട്ട് ആ വിശ്വനാഥനും അനിയനും അവനെ അത്രത്തോളം അധികം തല്ലി ഒരു പരുവമാക്കിയില്ലേ എന്നങ്ങ് പറയുമ്പോൾ കമലാക്ഷിയും ആതിരയും അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ. അവരാരും തന്നെ ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ സുനീഷ്, നീ അന്ന് ഞങ്ങളോട് പറഞ്ഞത് വീണതാണ് എന്നല്ലേ പറഞ്ഞത് എന്ന് പറയണം കേട്ടോ. അത് അമ്മേ എന്ന് പറയുമ്പോൾ സുഗുണൻ എല്ലാ കാര്യവും അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. വിശ്വനാഥനും അജയനും കൂടിയിട്ട് സുനീഷിനെ പൊതിരെ തല്ലിയതും അപമാനിച്ച് ആട്ടിയിറക്കിയതും ഒക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ ആതിര അങ്ങ് പൊട്ടിക്കരയാൻ കേട്ടോ. ആതിരയ്ക്ക് നന്നായിട്ട് തന്നെയാണ് വിഷമം വരികയാണ്. കമലാക്ഷിക്കാണെങ്കിലോ ദേഷ്യം അങ്ങ് കൂടുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ മാണിക്യമംഗലത്തുള്ളവരെ ആരെയും ഒന്നും വിശ്വസിക്കേണ്ട. ജനനിയും ഹരിയെയും കൂടി വിശ്വസിക്കേണ്ട. അവരും ആ മാണിക്യമംഗലത്തുള്ളവർ തന്നെയല്ലേ. അതുകൊണ്ട് ആരും വേണ്ട ഇതിൽ ഞാനും എൻ്റെ സുനീഷും മതി. എൻ്റെ സുനീഷിനെ എനിക്ക് കോടീശ്വരനാക്കണം. എന്നിട്ട് ആ വിശ്വനാഥൻ്റെ മുഖത്ത് നോക്കി 4 വർത്തമാനം എനിക്ക് പറയണം. എൻ്റെ സുനീഷിൻ്റെ കൈയും പിടിച്ച് പോയിട്ട് വേണം അയാളോട് കുറച്ച് പറയാൻ. എൻ്റെ സുനീഷിനോട് ചെയ്ത ദ്രോഹത്തിനൊക്കെ അയാളെ എണ്ണി എനിക്ക് പകരം വീട്ടാൻ എന്നൊക്കെ സുഗുണൻ അങ്ങ് പറയാൻ കേട്ടോ. അതിലങ്ങ് കമലാക്ഷി അങ്ങ് വീഴാണ് സുഗുണൻ്റെ ആ ഒരു പറച്ചില്. ഒരു കോടീശ്വരനെ തകർക്കാൻ മറ്റൊരു കോടീശ്വരന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ സുനീഷിനെ എനിക്ക് കോടീശ്വരനാക്കണം. അതിനു വേണ്ടി മാത്രമാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഇനി വേറെ ഒരു സംസാരവും ഇവിടെയില്ല. നാളെ നമുക്ക് എന്തായാലും പോകണം സുനീഷെ എന്നും പറഞ്ഞ ശേഷം സുഗുണൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് ഇത് അറിഞ്ഞ കമലാക്ഷി നേരെ മാണിക്യമംഗലത്തേക്ക് വിശ്വനാഥനെയും അജയനെയും കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ആ സമയത്ത് കാവേരി ഇങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയവും. എന്നിട്ട് കാവേരിയെ കണ്ടപ്പോൾ, തമ്പുരാട്ടി ഇവിടെ നിൽപ്പുന്നുണ്ടായിരുന്നോ? നിൻ്റെ ഭർത്താവില്ലേ? അവനെ അങ്ങ് പുറത്തേക്ക് വരും, വിശ്വനാഥനെ ഒന്നുകൊണ്ട് വിളിച്ചേ എന്നങ്ങ് പറയുമ്പോൾ, ഇവിടെ ഇല്ല കമലാക്ഷി ചേച്ചി, ഇവിടെ വിശ്വേട്ട ഇല്ല എന്ന് പറയുമ്പോൾ, വിശ്വനാഥ മുതലാളി ഇവിടെ ഇല്ലേ? ഇല്ലെങ്കിൽ എനിക്ക് 2 വർത്തമാനം അവരുടെ മുഖത്ത് നോക്കി പറയാനാണ്. എൻ്റെ മോന് സുനീഷ് കാവടിയെടുത്ത് ആതിരയ്ക്ക് വേണ്ടിയിട്ട് ഭിക്ഷ യാചിച്ച് ഇവിടേക്ക് വന്നപ്പോൾ അവനോട് മോശമായി പെരുമാറിയതും അവനെ തല്ലിച്ചതച്ചതും
തെറിച്ചതും എല്ലാം തന്നെ ഞാൻ അറിഞ്ഞു. അതിന് അജയൻ്റെയും വിശ്വനാഥൻ മുതലാളിയുടെയും മുഖത്ത് നോക്കി 4 വർത്തമാനം പറയാതെ ഈ കമലാക്ഷിക്ക് ഉറക്കം കിട്ടില്ല, അതുകൊണ്ട് വന്നതാണ്. നിങ്ങളൊക്കെ ഓർത്തു വെച്ചോ, ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അവരൊക്കെ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് അനുഭവിക്കാതെ മരിച്ച് ഈ ഭൂമിയിൽ നിന്നും പോവില്ല എന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ അങ്ങ് ശാപവാക്കുകൾ അങ്ങ് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കാവേരിക്ക് ഇങ്ങനെ വിഷമം വരുന്നുണ്ട് കേട്ടോ, വിശ്വനാഥനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ. അപ്പോഴാവും മൈഥിലി കൂടി അങ്ങ് പുറത്തേക്ക് വരാൻ കേട്ടോ. ഓ, ക്ലിയോപാട്ര വന്നല്ലോ. എവിടെ നിന്റെ ഭർത്താവ് അജയൻ എവിടെ? അവനെ കണ്ട് 4 വർത്തമാനം മുഖത്ത് നോക്കി പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. എൻ്റെ സുനീഷ് മോനെ, നിന്റെ സുനീഷ് മോനോട് കാണിച്ചതൊക്കെ എണ്ണി എണ്ണി ചോദിക്കണം എനിക്ക്. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ കാവേരിയും മൈഥിലിയും കൂടി മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മൈഥിലി പറയാണ്, അല്ല, ഞങ്ങൾ സുനീഷിനോട് കാണിച്ചതൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനോ? അവർ ചെയ്ത തെറ്റിന് നിങ്ങളോട് ഞാൻ മാപ്പ് പറയാം, നിങ്ങൾക്കതിന് നഷ്ടപരിഹാരം തരാം എന്നങ്ങ് മൈഥിലി പറയുമ്പോൾ കമലാക്ഷിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ കമല പറയാണ്, ആർക്ക് വേണടി നിന്റെ പൈസ? ആണുങ്ങളുടെ ഔദാര്യത്തിൽ കഴിയുന്ന നിനക്കൊക്കെ എവിടുന്നുണ്ടടി? എവിടുന്ന് ഒരു 5 രൂപ എടുത്ത് തരാനും പോലും ഉള്ള പൈസ നിങ്ങളെ കയ്യിലില്ല. അതൊക്കെ ആണുങ്ങളുടെ ഔദാര്യത്തിൽ വേണം നിങ്ങൾക്കതൊക്കെ എടുത്തു തരാൻ. അങ്ങനത്തെ നീ എൻ്റെ സുനീഷിനോട് കൊടുക്കാൻ പൈസ പറയുന്നു, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് മൈഥിലി ഒരുപാട് അങ്ങ് കമലാക്ഷി കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഇപ്പോഴും ആണുങ്ങളുടെ വാക്കും കേട്ട് അതെല്ലാം വിശ്വസിച്ച് അടിമയെ പോലെ ജീവിക്കുന്ന നീയൊക്കെ നാണമുണ്ടോടി നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കമലാക്ഷി മൈഥിലിയും കാവേരിയും കൂടി ചേർത്ത് പറയണ്ടോ. എന്നിട്ട് ഞാൻ വരും, എൻ്റെ മരുമകൾ ഇവിടെ വന്ന് കുറച്ച് വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ ഒരു കുളം കുഴിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, അതിനേക്കാളും ഒന്നും കൂടി ഗ്രേഡ് കൂട്ടി ഞാൻ പറയുകയാണ്, നിന്നെയൊക്കെ കൊന്ന് കുഴിച്ച് മൂടിയിട്ടേ അതിൻ്റെ മുകളിൽ ഞാനൊരു സ്മാരകം തന്നെ പണിയും. അതാണ് ഇനി ഈ കമലാക്ഷി ചെയ്യാൻ പോകുന്നത്. നിൻ്റെയൊക്കെ ഭർത്താക്കന്മാരോടൊക്കെ 4 കണക്ക് ചോദിക്കാൻ തന്നെയാണ് ഇനി എൻ്റെ തീരുമാനം. അധികമൊന്നും ആരും തന്നെ അഹങ്കരിക്കണ്ട. ഇന്നത്തെ കോടീശ്വരൻ നാളത്തെ പിച്ചക്കാരനാണ്, ഇന്നത്തെ പിച്ചക്കാരൻ നാളത്തെ കോടീശ്വരനും കൂടിയാണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും എന്നും പണ്ട് കമലാക്ഷി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് വീണ്ടും കമലാക്ഷി അവിടെ നിന്നിട്ട് ഒരു പിടി മണ്ണങ്ങ് വാരാണ്. എന്നിട്ട് നിങ്ങളുടെ ഭർത്താവും നിങ്ങളൊക്കെ മുടിഞ്ഞു പോവും, നിങ്ങളൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ആ ഒരു പിടി മണ്ണങ്ങ് എടുത്ത് ശാപിച്ചുകൊണ്ട് തന്നെ അവർ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറയല്ലേ കമലാക്ഷി എന്നൊക്കെ പറയുമ്പോഴും കമലാക്ഷി അതൊന്നും കൂട്ടാക്കാതെ പിന്നീട് അവിടെ നിന്ന് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ ഇതൊക്കെ ശാപവാക്കുകളൊക്കെ എറിഞ്ഞ ശേഷം കമലാക്ഷി പോകുന്നത് കാണുമ്പോൾ കാവേരിക്കും മൈഥിലിക്കും ഒക്കെ നല്ല ഒരു പേടി പോലെ തോന്നുന്നൊക്കെയുണ്ട്. അങ്ങനെ കമലാക്ഷി വന്ന് അവരോട് സംസാരിക്കുന്നതും ശപിക്കുന്നതും എല്ലാം തന്നെ ഒളിഞ്ഞുകൊണ്ട് അവിടെ സിന്ധു ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടാവും കേട്ടോ. പിന്നീട് കമലാക്ഷി സുനീഷിനെയും കൂട്ടിയിട്ട് നേരെ ചിന്നപ്പഴനിയിലേക്ക് പോവാണ്. അപ്പോൾ ശ്രീലതയും ആതിരയൊക്കെ കൂടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ മുട്ടിലഴഞ്ഞുകൊണ്ട് തന്നെ എല്ലാവിധ വഴിപാടുകളും കഷ്ടപ്പെട്ടിട്ട് തന്നെ സുനീഷ് അതൊക്കെ അങ്ങ് പൂർത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഒപ്പം ആതിരയും കൂടി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ശ്രീലത കൂടി എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന സമയത്താവും ശ്രീലതയുടെ അമ്മ ശ്രീലതയ്ക്ക് അങ്ങ് ഫോൺ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അവരുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയതായിരിക്കും. ശ്രീലതയുടെ കമലാക്ഷിയുടെ ആങ്ങളെയും കൂടി ആയിരിക്കും. അങ്ങനെ ശ്രീലതയുടെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയെങ്കിലും ആ ആതിരയെ അവിടെ നിന്ന് തുരത്തി ഓടിക്കണം, എന്നിട്ട് ആ സ്ഥാനത്ത് സുനീഷിൻ്റെ ഭാര്യയായിട്ട് നീ കയറണം. കാരണം അന്ന് അമ്മ കാരണമല്ലേ ഈ ഒരു കല്യാണം നടക്കാതെ പോയതെന്ന് പറയാം. അത് പിന്നെ ആ പൊട്ടന് ലോട്ടറി അടിക്കുന്നുള്ളത് എനിക്കറിയാമായിരുന്നോ? ഇല്ലല്ലോ. എന്തായാലും ഇപ്പോൾ 20 കോടിയാണ് അവൻ അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇനി നിനക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ആതിരയെ അവിടുന്ന് എങ്ങനെയെങ്കിലും നിനക്ക് കഴിയുന്ന പോലെ തന്നെ എത്രയും പെട്ടെന്ന് അവളെന്നെ അവിടുന്ന് തുരത്തി ഓടിക്കണം എന്നങ്ങ് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ട് അമ്മേ എന്ന് പറയുമ്പോൾ, എന്നാൽ ശരി, ഇതൊന്നും നിൻ്റെ അച്ഛൻ അറിയേണ്ട. നിൻ്റെ അച്ഛൻ ഒരു കിഴങ്ങനാണ്, അങ്ങേർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയുമില്ല. ആ 20 കോടി അത്
ചില്ലറയൊന്നല്ല, അത് നമുക്ക് തന്നെ അവകാശപ്പെട്ട് വാങ്ങണം. അതിന് സുനീഷിനെ നീ കല്യാണം കഴിച്ചേ മതിയാവും. അതിന് ആതിര അവിടെ നിൽക്കുന്നത് നമുക്ക് ആപത്ത് തന്നെയാണ്. അതുകൊണ്ട് ആതിരയെ എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് പറഞ്ഞയക്കാനുള്ള എല്ലാ പരിപാടികളും നീ ചെയ്തേക്കണം എന്നൊക്കെ പറഞ്ഞ ശേഷം ശ്രീലതയുടെ അമ്മ അങ്ങ് ഫോൺ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രീലത സുനീഷിൻ്റെ അടുത്തേക്ക് അങ്ങ് വഴിപാട് ചെയ്യുമ്പോൾ അവിടേക്ക് അങ്ങ് വരികയാണ്. അങ്ങനെ സുനീഷിനോട് കമലാക്ഷിയും ആതിരയും പറയും മതി കഴിഞ്ഞു, ഇനി എണീറ്റോ എന്നങ്ങ് പറഞ്ഞിട്ട് സുനീഷിനെ കൊണ്ട് എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് സുനീഷ് ആകെ തളർന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ സുനീഷ് പെട്ടെന്ന് തന്നെ അങ്ങ് വീഴാൻ പോവാണ്. ആ വീഴാൻ പോകുന്ന സമയത്ത് നേരെ വന്നിട്ട് ശ്രീലത അങ്ങ് സുനീഷിനെ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീലത സുനീഷിനെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ ആതിരയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. പിടിക്കാൻ വേണ്ടി ചെന്നതും പിന്നീട് സുനീഷും ശ്രീലതയും കൂടിയിട്ട് ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ആതിരയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലാക്ഷിക്ക് കാര്യം മനസ്സിലാവുകയാണ്, ആതിരയ്ക്ക് അത് ഇഷ്ടമായിട്ടില്ല എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ സുനീഷ് ആണെങ്കിലോ എന്നെ പെട്ടെന്ന് ശ്രീലത പിടിച്ചല്ലോ എന്നുള്ളതിൽ സുനീഷ് ഇങ്ങനെ ആതിരയെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കമലാക്ഷി മതി അങ്ങ് നടന്നേ സുനീഷേ എന്നങ്ങ് പറഞ്ഞിട്ട് ആ ഒരു മൈൻഡ് അങ്ങ് മാറ്റുകയാണ്. പിന്നീട് അവരിങ്ങനെ വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ മാണിക്യമംഗലത്തെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് കേട്ടോ. അപ്പോൾ ആ കോള് അറ്റൻഡ് ചെയ്യുന്നത് വിശ്വനാഥനായിരിക്കും. അപ്പോൾ വിശ്വനാഥൻ ഹലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നും ഹൈമാവതി ആയിരിക്കും കേട്ടോ. ഹൈമാവതി വിശ്വ മോനെ ഞാൻ നിൻ്റെ അമ്മയാടാ എന്നങ്ങ് പറയാണ്. അപ്പോൾ വിശ്വനാഥൻ തന്നെ ആകെ അങ്ങ് സന്തോഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ എവിടെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വിശ്വനാഥൻ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫോണൊക്കെ കട്ട് ചെയ്യാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് അജയനും കാവേരിയും മൈഥിലിയൊക്കെ അവിടേക്ക് വരികയാണ്. അപ്പോൾ കണ്ടില്ലേ എൻ്റെ അമ്മ ഒരിക്കലും എന്നെ വിട്ടു പോവില്ല, എൻ്റെ അമ്മ മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടിയിട്ട് കാവേരിയോടും അജയനോടും മൈഥിലിയോടൊക്കെ ഇങ്ങനെ വിശ്വനാഥൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്.